നിലക്കടല കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പെർഫെക്റ്റ് ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് 1.5 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. ഇത് പച്ചയായിട്ടുള്ള നിലക്കടല നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നതാണ്. അതൊരു പാനിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിൻ്റെ തോലൊക്കെ ഇതുപോലെ ഇളകി വന്ന് നന്നായിട്ട് പൊട്ടിത്തുടങ്ങും. ആ ഒരു സമയം വരെ മാത്രം റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ചൂടാറിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരുപാട് അങ്ങനെ പൊടിയാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടർ പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നെയ്യും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റീൽ പാത്രത്തിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് നെയ്യ് തടവി എടുത്താൽ മതി. ഇനി ഇതിനായിട്ടുള്ള ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1 കപ്പ് പൊടിച്ച ശർക്കര ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1/4 കപ്പ് ഒഴിച്ചാലും മതിയാകും. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് നല്ലപോലെ തന്നെ കട്ടിയായി തുടങ്ങും. ആ ഒരു സമയത്ത് ഇത് വെള്ളത്തിലേക്ക് കുറച്ചായി ഉറ്റിച്ച് നോക്കുക. നല്ല കട്ടിയായിട്ട് വരണം. ആ ഒരു സമയം വരെ മാത്രം ഇത് റെഡിയാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നിലക്കടല മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പ്രോസസ്സ് വളരെ പെട്ടെന്ന് ചെയ്യണം. കാരണം ശർക്കരപ്പാനി ഓൾറെഡി കട്ട് ചെയ്ത് തുടങ്ങിയതാണ്. എളുപ്പത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുണ്ട് വരുന്നത് വരെ മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും ശർക്കര നല്ലപോലെ തന്നെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഒട്ടും സമയം കളയാതെ നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. നെയ്യ് തടവി വെച്ച സ്പൂൺ ഉപയോഗിച്ച് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നെയ്യ് തടവി വെച്ചിരിക്കുന്ന ആ ഒരു ചപ്പാത്തി കോലും കൂടെ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഒന്ന് കട്ടും കൂടെ ചെയ്തെടുക്കാം. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് കുഞ്ഞു സ്ക്വയർ ആയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറി വരുമ്പോഴേക്കും ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതൊരു ബട്ടർ പേപ്പറിൽ സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ ഈസി ആയിട്ടുള്ള നിലക്കടല ഉപയോഗിച്ചിട്ടുള്ള നമ്മളുടെ ക്യാൻഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിലക്കടല മിഠായിയുടെ ആ ഒരു രുചി തന്നെയാണ് ഉണ്ടാക്കുക. പക്ഷേ നിലക്കടല മിഠായി നമ്മൾ പൊടിച്ചിട്ടല്ല ഉണ്ടാക്കുക. ഇത് പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒന്നും കൂടെ സിമ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ. നല്ല എയർടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കുറേ കാലം കേടാകാതെ ഇരുന്നോളും. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.